ഇന്നലെ ടീം ഇന്ത്യ അണ്ടർ 19 ഇംഗ്ലണ്ട് ടീമിനെ തകർത്ത് ലോകകപ്പ് നേടിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യൻ യൂത്ത് ടീമിന് അണ്ടർ 19 ലോകകപ്പ് കിട്ടുക എന്നതൊരു പുത്തരിയല്ല. 6 തവണയോളം അവരത് നേടിയിട്ടുമുണ്ട്. പക്ഷേ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു താരത്തെ കുറിച്ചാണ്. പേര് വൈഭവ് സൂര്യവംശി. ഈ താരത്തോട് ആദ്യം ചോദിക്കാനുള്ളത്, പ്രഭു അങ്ങ് ആരാണ്? വെറുതെ ചോദിക്കുന്നതല്ല, ഒരിക്കലെങ്കിലും വൈഭവിന്റെ മത്സരം വീക്ഷിച്ചിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഇന്നലെ നടന്ന ഫൈനൽ മത്സരത്തിലും വൈഭവ് അടിച്ചു കൂട്ടിയത് 175 റൺസാണ്. അതും വെറും 80 ബോളുകളിൽ. ഒരുപക്ഷെ 50 ഓവർ അദ്ദേഹം കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയ റെക്കോർഡുകൾ തന്നെ തിരുത്തപ്പെട്ടനെ. ഈ ലോകകപ്പിൽ തന്നെ വൈഭവ് നേടിയത് 439 റൺസാണ്. മെല്ലെപ്പോക്ക് എന്നൊരു വാക്ക് ഈ താരത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇന്ത്യൻ യൂത്ത് ടീമിന്റെ ഏകദിന ടീമിന് വേണ്ടി മാത്രം 4 സെഞ്ചുറികളാണ് വൈഭവ് നേടിയിട്ടുള്ളത്. അതിങ്ങനെയാണ്: 2025 ഇതേ ഇംഗ്ലണ്ടിനെതിരെ 52 ബോളിൽ സെഞ്ചുറി, 2025 തന്നെ UAE-ക്കെതിരെ 56 ബോളിൽ സെഞ്ചുറി. ഇതിനൊപ്പം തന്നെ T20യിലും വൈഭവ് സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ്. ഒരു മത്സരത്തിൽ ഇങ്ങനെ അടിച്ചു കൂട്ടിയാൽ നമുക്ക് പറയാം അത് ലക്കാണെന്ന്. 2 മത്സരങ്ങൾ ചെയ്താലും ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ നിരന്തരം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാഗ്യമല്ല, അത് അയാളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. അവിടെ ലക്ക് ഫാക്ടർ പറഞ്ഞ് അയാളെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. അണ്ടർ 19 ടീമിലെ സമപ്രായക്കാർ മാത്രമല്ല വൈഭവിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞത്. IPL-ൽ സീനിയർ താരങ്ങളും അത് അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാന് വേണ്ടി 38 പന്തിൽ 101 റൺസ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വൈഭവ് നേടിയിട്ടുണ്ട്. അതും സീനിയർ താരങ്ങളെയെല്ലാം അടിച്ച് ഗാലറിയുടെ വെളിയിൽ ഇട്ടുകൊണ്ടാണ് നേടിയത്. വൈഭവ് സൂര്യവംശി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണു മടച്ചു പറയാം, അവൻ നാളത്തെ സൂപ്പർ സ്റ്റാർ ആണെന്ന്.